നമസ്കാരം, എല്ലാവർക്കും ഗാബീസ് വെല്ലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. 2 മാസക്കാലം പൂക്കൾ വാടാതെ നിൽക്കുന്ന ഗോൾഡൻ കാസ്കേഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് 15 ബോട്ടിൽ ഗാബീസ് വേൾഡ് സെറ്റ് ചെയ്തേക്കണ ഒരു ചെറിയ തൈ നട്ടതാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്ന് ഫ്ലവറൊക്കെ ആയി. ഇനിയും ഫ്ലവർ ആകാൻ ഇവിടെയൊക്കെ ഉണ്ട്. ഈ പൂക്കൾ 2 മാസം വാടാതെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചിലതൊക്കെ ഇലയായിട്ട് മാറും. ഇത് കണ്ട, ഇതൊക്കെ പൂവായിരുന്നു, ഇപ്പോൾ അത് ഇലയായിട്ട് മാറും. ഇനി കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ അത് നല്ല ഗ്രീൻ ആയിട്ട് മാറും. ഇതിൻ്റെ ലീഫ് നല്ല ഗ്ലേസിങ് ആണ്. പിന്നെ നേരിട്ടുള്ള വെയിൽ അധികം അടിക്കരുത്. നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു തണലിലാണ് ഇത് വെക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണ മുകളിൽ ജേഡുവേൻ്റെ പന്തലാണ്. ജേഡുവേൻ്റെ ആ തണലിലാണ് നട്ടേക്കണത്. എന്നാൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണമുണ്ട്. അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഗോൾഡൻ കാസ്കേഡ് വെക്കുന്നത്. വെയിൽ നേരിട്ട് അധികം കൊണ്ടാൽ ഇതിൻ്റെ ലീഫൊക്കെ മഞ്ഞളിച്ച് പോകും, ചിലതിനൊരു കരിവ് വരും. അതുകൊണ്ട് അധികം വെയിൽ നേരിട്ട് കൊള്ളരുത്. പിന്നെ ഇതിൻ്റെ ജൈവവളം മാത്രം കൊടുത്താൽ മതി. ഓൾ സീസൺ പ്ലാന്റാണിത്. ഓൾ സീസൺ ഫ്ലവറിങ് പ്ലാന്റാണിത്. മഴക്കാലോ മഞ്ഞുകാലോ എല്ലാ കാലത്തും ഇതിൽ ഫ്ലവർ ഉണ്ടാകാറുണ്ട്. പിന്നെ വെള്ളം ഒരു നേരം വേനൽക്കാലത്ത് എന്തായാലും കൊടുക്കുക. ഓവർ വാട്ടറിങ് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് ഇവർക്ക്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഈ വീഡിയോ എല്ലാം ചെയ്യാനിരുന്നത് പാക്സിയാണ്. എൻ്റെ വൈഫ് പാക്സിയാണ് ഇത് ചെയ്യാനിരുന്നത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് അർജൻറ്റായിട്ട് കാലിൻ്റെ ഒരു സർജറി വേണ്ടി വന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇനി 3 മാസത്തേക്ക് റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് വീഡിയോകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് ശേഷം മാൻഡിബിളയുടെ തൈകൾ ഇതാണ്, റെഡ്, വൈറ്റ്, പിങ്ക്. ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ സെയിൽസ് വീഡിയോ ഉണ്ടാവും. അതുപോലെ ബ്രൈഡൽ ബക്കറ്റ്, ആ പ്ലാന്റിൻ്റെയും സെയിൽസ് വീഡിയോ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ബൊഹീനിയ, അതിൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരു വീഡിയോ കൂടി അടുത്ത് തന്നെ ഇടുന്നുണ്ട്, സെയിൽസ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഈ പ്ലാന്റ് പൗഡർ പഫ് ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കുറച്ച് സ്റ്റോക്കും കൂടി ആയാൽ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് വെക്കുന്ന പ്ലാന്റ് കവർ സൈസിലുണ്ട്, അതോടെ ചട്ടിയിലുള്ളതൊക്കെ ഉണ്ട്. കവർ സൈസ് ഈ വലിപ്പത്തിലുള്ളതാണ് കവർ സൈസിൽ വിൽക്കുന്നത്. ഇപ്പോൾ കൊറിയർ ചെയ്യാനൊക്കെ സൗകര്യം ഇങ്ങനത്തെ കവർ സൈസ് പ്ലാന്റുകളാണ്. ഇത് വിൽക്കുന്നത് 80 രൂപക്കാണ്, 80 റുപ്പീസിനാണ് ഇത് വിൽക്കുന്നത്. അതുപോലെ കവറിൽ തന്നെ കുറച്ചും കൂടി വലിപ്പമായതുണ്ട്. ഇവിടെയാണ് ഈ വലിപ്പത്തിലുള്ളത് 200 റുപ്പീസിനാണ് വിൽക്കുന്നത്. 200 രൂപയ്ക്കാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ നേരത്തെ വിറ്റുകൊണ്ടിരിക്കുന്നതാണ് 200 രൂപ, 200 റുപ്പീസ്. അതുപോലെ ചട്ടിയിൽ ഫ്ലവർ ആയത് 300 റുപ്പീസിനാണ് വിൽക്കുന്നത്. 300 രൂപക്കാണ് ഈ പ്ലാന്റ് വിൽക്കുന്നത്. ഇതെല്ലാം മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ വീടുകളിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അധികം സ്റ്റോക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് 10-20 തൈകളൊക്കെ എല്ലാം കൂടി 10-40 തൈകളുണ്ടാവും, കവറും ചട്ടിയും എല്ലാം കൂടി. ഇതിനനുസരിച്ച് കുറച്ച് സ്റ്റോക്ക് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം വീടുകളിൽ നിന്ന് തയ്യാറാക്കി കിട്ടുന്നതായതുകൊണ്ട് അതിനൊരു പരിമിതിയുണ്ട്, ബൾക്കായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇത് ആർച്ചായിട്ടും അതുപോലെ പന്തൽ പോലെ ഒക്കെ, കാരണം ഇത് ഹാങ്ങിങ് ആയിട്ടാണ് ഈ പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഒരു തൃശ്ശൂരുള്ള ഒരു വീട്ടിൽ ഇതുപോലെ ആർച്ചായിട്ടൊക്കെ ചെയ്തതാണ് ഇടയ്ക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഒരു വീട്ടിൽ ഇങ്ങനെ ആർച്ച് പോലെ സെറ്റ് ചെയ്തതാണ് കാണുന്നത്. എറണാകുളം കളമശ്ശേരി പുതിയ റോഡിലാണ് ഞങ്ങളുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് നേരിട്ട് എടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് DTDC കൊറിയർ വഴി അയക്കുന്നതാണ്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് പ്രൈവറ്റ് അനുസരിച്ചായിരിക്കും പ്ലാന്റ് തരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.